നമസ്കാരം. കാലാവധി പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആയിരക്കണക്കിന് KSRTC ബസ്സുകളുടെ രജിസ്ട്രേഷൻ കാലാവധി 2 വർഷത്തേക്ക് നീട്ടി സംസ്ഥാന ഗതാഗത വകുപ്പ്. നാളെ 15 വർഷം പൂർത്തിയാകുന്ന ബസ്സുകളുടെ സർവീസ് കാലാവധിയാണ് നീട്ടിയിരിക്കുന്നത്. സർക്കാരിൻ്റെ നിർണായക തീരുമാനത്തിലൂടെ 15 വർഷം തികയ്ക്കുന്ന ബസ്സുകൾക്ക് നിരത്തിൽ സർവീസ് തുടരാൻ സാധിക്കും. KSRTCയുടെ CMD സർക്കാരിനോട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വകുപ്പ് ഇറക്കിയത്. 1117 ബസ്സുകളുടെ കാലാവധി 2 വർഷത്തേക്ക് കൂടി ആണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. കാലാവധി പൂർത്തിയാകുന്ന KSRTC ബസ്സുകൾ പെട്ടെന്ന് പിൻവലിച്ചാലുണ്ടാകുന്ന യാത്രാക്ലേശം പരിഗണിച്ചാണ് സർക്കാർ നടപടിയെന്നാണ് ഗതാഗത വകുപ്പ് വ്യക്തമാക്കുന്നത്. 15 വർഷം പൂർത്തിയാക്കിയ 1270 വാഹനങ്ങൾക്ക്, അതായത് 1117 ബസ്സുകളും 153 ബസ്സിതര വാഹനങ്ങൾക്കും നിരത്തിൽ ഇറക്കാൻ കഴിയാത്തത് വൻ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും പൊതുനിരത്തിൽ നിന്ന് ഇത്രയും വാഹനങ്ങൾ പിൻവലിക്കേണ്ടി വരുന്നത് KSRTCയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നും CMD സർക്കാരിനെ അറിയിച്ചിരുന്നു. രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല. കൂടാതെ സ്വകാര്യ ബസ്സുകൾക്കുള്ള കാലാവധി 22 വർഷമായി സർക്കാർ ഉയർത്തി നൽകിയിട്ടുള്ളതും കൂടി പരിഗണിച്ച് KSRTC വാഹനങ്ങൾക്ക് 2026 സെപ്റ്റംബർ 30 വരെ കാലാവധി ദീർഘിപ്പിച്ച് നൽകണമെന്ന് CMD ആവശ്യപ്പെടുകയുണ്ടായി. ഇതോടെയാണ് ഗതാഗത വകുപ്പ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ബസ്സുകൾക്കൊപ്പം KSRTCയുടെ മറ്റ് 153 വാഹനങ്ങളുടെ കാലാവധിയും നീട്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗതാഗത നിയമം നിലനിൽക്കെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാലാവധി നീട്ടലിൽ കേന്ദ്രത്തിൻ്റെ അന്തിമ തീരുമാനവും നിർണായകമാകും. എന്നാൽ കാലാവധി നീട്ടുന്നതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ് എന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി KB ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് 2 ആഴ്ച മുൻപ് കത്ത് നൽകിയിരുന്നു. ഒരു മറുപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ്. അതേസമയം KSRTCയുടെ മിനി ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനും അനുമതിയായിട്ടുണ്ട്. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് നടത്തിയ ട്രയൽ റൺ വിജയകരമായിരുന്നു. തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കാൻ KSRTC തീരുമാനിച്ചത്. 1 മാസത്തിനുള്ളിൽ പദ്ധതി ആരംഭിക്കും. 3 സ്വകാര്യ കമ്പനികളുടെ ബസ്സുകളാണ് ട്രയൽ റണ്ണിന് ഉപയോഗിച്ചത്. അതിലൊന്ന് പത്തനാപുരം നെടുങ്കണ്ടം കട്ടപ്പന വരെ സർവീസ് നടത്തി. മറ്റ് 2 ലോക്കൽ സർവീസായിരുന്നു. ഇതിൽ കട്ടപ്പന സർവീസ് നടത്തിയ ബസ്സാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്ന് വിലയിരുത്തി. ഈ കമ്പനിയുടെ ബസ്സുകളാണ് പദ്ധതിയിൽ ഉപയോഗിക്കുക. 37 പേർക്ക് ഇരിക്കാവുന്ന ബസ്സാണിത്. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് പത്തനാപുരം കട്ടപ്പന റൂട്ടിൽ ബസ് ട്രയൽ റൺ നടത്തിയത്. ദിവസേന 2 സർവീസുകൾ ഉണ്ടായിരുന്നു. മറ്റ് 2 ബസ്സുകളും ജൂൺ 7 മുതൽ 28 വരെയും ജൂൺ 29 മുതൽ ജൂലൈ 8 വരെയും ട്രയൽ റൺ നടത്തി. ഡീസൽ ചെലവ് കുറയ്ക്കും ഈ പദ്ധതി എന്നാണ് ഇതിൻ്റെ മേന്മ. 2001 മിനി ബസ് സർവീസ് നടത്തി. KSRTCക്ക് നഷ്ടം വന്നതിനെ തുടർന്ന് ഇവ പൊളിച്ചു വിറ്റിരുന്നു. തുടർച്ചയായി തകരാറുകൾ ഉണ്ടായ ബസ്സുകളുടെ പരിപാലന ചെലവ് താങ്ങാനാകാതെ ആണ് അന്ന് പദ്ധതി വേണ്ടെന്ന് വെച്ചത്. എന്നാൽ ഇത്തവണ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുൻകൂറായി വിവിധ കമ്പനികളുടെ ബസ്സുകൾ 1 മാസത്തോളം ട്രയൽ റൺ നടത്തിയത്. ഇതിലൂടെ മികച്ച ബസ് കണ്ടെത്തി. വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി, യാത്രാ സൗകര്യം, വാഹനത്തിനുള്ളിലെ ചൂട്, ഉള്ളിലെ സ്ഥലം എന്നിവയെപ്പറ്റി യാത്രക്കാരിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും അടിസ്ഥാനമാക്കിയാണ് വാഹനം തിരഞ്ഞെടുത്തത്. ബസ്സിൽ ചാർജിംഗ് സംവിധാനം പോലുള്ള സൗകര്യങ്ങളും ഉണ്ടാകും.